ഹായ്, വെൽക്കം ടു കെയർ ഗിവേഴ്സ് കോമ്പസ്. ബ്രെയിൻ ഹെൽത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക ആരോഗ്യം എന്നുള്ളതിനെ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം നമ്മളുടെ ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി പണ്ടത്തെ അത്രയും ഷാർപ്പല്ല, കോൺസെൻട്രേഷൻ കുറയുന്നു, അത്ര പോരാ, പേരുകൾ ഓർത്ത് വയ്ക്കാൻ പാടാവുന്നു. പണ്ടത്തെ നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നെയ്ബേഴ്സിനെയോ കാണുമ്പം നമുക്ക് പേരുകൾ പെട്ടെന്ന് കിട്ടുന്നില്ല, വേർഡ്സിൻ്റെ ഫ്ലുവൻസ് കിട്ടുന്നില്ല എന്നൊക്കെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നെർവസ് ആകുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാത്തവർ ഇല്ലായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ജോലി തിരക്കിനിടയിൽ അപ്പോയിൻമെൻറ്റ്സിൻ്റെ കാര്യം മറന്നു പോകുന്നു, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം. സോ ഇതെല്ലാം എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഇതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ചെയ്യാതിരിക്കാം, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും ഹൃദയം, കിഡ്നി അല്ലെങ്കിൽ ശ്വാസകോശം എന്നെല്ലാം. പക്ഷേ ഇവയെല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറായിട്ടുള്ള ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറില്ല. അതിൻ്റെ ആരോഗ്യത്തിനെക്കുറിച്ചും നമ്മൾ പലപ്പോഴും പറയാറില്ല. മറവി, ശ്രദ്ധക്കുറവ്, കോൺസെൻട്രേഷൻ കുറവ്, സ്ട്രെയിൻ തോന്നുന്നു, അതെല്ലാം ബ്രെയിൻ നമുക്ക് തരുന്ന ചില സൂചനകളാണ്. ബ്രെയിൻ്റെ ആരോഗ്യം നോക്കണം എന്നുള്ളതിൻ്റെ സൂചനകളാണെന്ന് പറയാം. നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ സ്മാർട്ടാക്കാനും ആരോഗ്യത്തോടെ വയ്ക്കാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അവസാനം വരെ കാണണം, കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. ആദ്യമായിട്ട് നമ്മുടെ ഭക്ഷണക്രമം അല്ലെങ്കിൽ ന്യൂട്രീഷൻ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഫുഡാണ്. പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ മീനുകൾ, അയില, മത്തി, സാമൻ, ഇതെല്ലാം നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നട്ട്സ്, മുട്ട, ദിവസവും അല്പം നട്ട്സോ നിലക്കടലയോ വാൽനട്ടോ ആൽമണ്ടോ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ മഞ്ഞൾ, അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ബ്രെയിനിന് വളരെ നല്ലതാണ്, ഓർമ്മക്കുറവുണ്ടാവാതിരിക്കാൻ അത് സഹായിക്കുന്നു. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉൾപ്പെടുത്തണം. അതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിൻ ഹെൽത്തിൽ. അടുത്തത് വ്യായാമമോ ഉറക്കവും എന്ന് വെച്ചാൽ എക്സസൈസ് ആൻഡ് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യായാമം എന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോഴോ ഓടുമ്പോഴോ ശരീരത്തിലെ രക്തയോട്ടം വളരെ കൂടുന്നുണ്ട്, എന്ന് വെച്ചാൽ സർക്കുലേഷൻ വളരെ കൂടുന്നു. ഇത് തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കുന്നു, ഇത് പുതിയ കോശങ്ങൾ വളർത്താൻ സഹായിക്കുന്നു. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഓർമ്മശക്തി അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യായാമം. പിന്നെ ഉറക്കം, അതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിനിൻ്റെ റെസ്റ്റിംഗ് പീരീഡാണ് ഉറക്കം. അപ്പം 7 തൊട്ട് 8 മണിക്കൂർ സുഖമായി ഉറങ്ങുന്നത് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. കാർഡിയാക് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഹാർട്ടിൻ്റെ ഹെൽത്തിന് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണവും എക്സസൈസും എല്ലാം ഉൾപ്പെടുത്തുക. അതെല്ലാം ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാനസിക വ്യായാമം അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റിമുലേഷൻ. നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. പുതിയ കാര്യങ്ങൾ പഠിക്കുക, അത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക, ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക. ചെറിയ പ്രായത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. എക്സാമ്പിൾ സ്വിമ്മിങ്ങോ തയ്യലോ എഴുത്തോ പെയിൻറ്റിങ്, കളറിങ്, ആർട്സ്, ഇതെല്ലാം ബ്രെയിൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കാർഡ് ഗെയിംസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, ചെസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതെല്ലാം ചെയ്യാം. അതെല്ലാം ബ്രെയിനിൻ്റെ ഒരു എക്സസൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ നമ്മളെല്ലാവരും കൂടുതൽ നേരം മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നവരാണ്. അത് കുറച്ചിട്ട് വായനാശീലം ഉൾപ്പെടുത്തുക. ആദ്യം ഒരു 15 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ പയ്യെ അത് ഒരു ഹാബിറ്റ് ആക്കി എടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് മാറ്റി ചെയ്യുക. നമ്മൾ വലത് കൈ എപ്പോഴും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇടതേ കൈ ഉപയോഗിക്കാൻ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ സെയിം റൂട്ടിൽ പോകാതെ വേറെ വഴി മാറി പോയി നോക്കുക. ഇതെല്ലാം ബ്രെയിനിൻ്റെ ഒരു ചാലഞ്ചിങ് എക്സസൈസസ് ആയിട്ട് കരുതാവുന്നതാണ്. പിന്നെ സോഷ്യൽ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരുമായി ഇടപെടുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാനസികാവസ്ഥ നല്ല രീതിയിൽ നിലനിർത്താൻ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നു. ഇത് ഓർമ്മശക്തി, കോൺസെൻട്രേഷൻ എന്നിവയെ കൂട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബ്ലഡ്സ് അല്ലെങ്കിൽ രക്തം അറ്റ്ലീസ്റ്റ് ഒരു 4 തൊട്ട് 6 മാസം കൂടുമ്പം ചെക്ക് ചെയ്യേണ്ടതാണ്. വൈറ്റമിൻ B12, തൈറോയ്ഡ് ഉള്ളവരാണെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതെല്ലാം വൈറ്റമിൻ D അതെല്ലാം ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ലെവൽസിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനായിട്ട് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്താണെന്ന് നോക്കാം. അമിതമായിട്ടുള്ള മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഓർമ്മശക്തി കുറയ്ക്കുന്നു. അടുത്ത അമിതമായിട്ടുള്ള സ്ട്രെസ്സും ചിന്തയും ടെൻഷനും നമ്മുടെ സ്ട്രെസ് ഹോർമോൺസുകൾ കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിനെ നശിപ്പിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രെയിനിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ് തുടർച്ചയായിട്ടുള്ള മൊബൈൽ ഉപയോഗം. നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽസിനെ ഓർമ്മശക്തിനെ എല്ലാം കുറയ്ക്കും. ചുരുക്കത്തിൽ നല്ല ഭക്ഷണം, നല്ല ഉറക്കം, സ്ട്രെസ് ഇല്ലാത്ത ജീവിതം, ഇതെല്ലാമാണ് ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.